CPM-മായി അകന്ന പി കെ ശശിയെ കൂടെ നിർത്തി പുതിയ പാർട്ടി രൂപീകരിക്കാമെന്നാണ് പാലക്കാട്ടെ CPM വിമതരുടെ ലക്ഷ്യം. UDF-ൽ എത്തിച്ച് ഒറ്റപ്പാലത്ത് മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. എന്നാൽ മത്സരിക്കുന്നതിനെ കുറിച്ച് പി കെ ശശി മനസ്സ് തുറക്കുന്നുമില്ല. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ഇക്ബാൽ, പോകുന്ന കാര്യത്തിൽ തന്നെ പി കെ ശശി ഉറപ്പിച്ച് പറയുന്നില്ല, ഏറെക്കുറെ ആ കാര്യത്തിൽ ധാരണയായിട്ടുണ്ടെങ്കിലും. അപ്പൊ പിന്നെ അദ്ദേഹത്തിന് ഒറ്റപ്പാലത്ത് മത്സരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊന്നും പറയാനും കഴിയില്ലല്ലോ. ഒറ്റപ്പാലത്ത് മത്സരിക്കണം, തന്റെ കാര്യം മാത്രമല്ല മറ്റു മത്സരിക്കുന്നവരുടെ കാര്യവുമായി ചില ചർച്ചകളൊക്കെ ഞാനുമായി വേണം തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ അദ്ദേഹം നേരത്തെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു ചില വാർത്തകളൊക്കെ വന്നിരിക്കുന്നത്. എന്തായാലും എന്താണ് നിലവിൽ ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? മാധു, പ്രശ്നമുണ്ടെന്ന് ശശിയും അതുപോലെ തന്നെ പാർട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനിടയിലാണ് ഈ KTDC ചെയർമാൻ സ്ഥാനം ശശി രാജിവെക്കുന്നത്. ഇതുകൊണ്ട് മാത്രം ശശി നിർത്തുമെന്ന് കരുതുന്നില്ല. ശശി എന്തായാലും മുന്നോട്ട് തന്നെയാണ്, ശശിയെ കൂടെ നിർത്താൻ തന്നെയാണ് UDF-ഉം ലക്ഷ്യം വെക്കുന്നത്. ഏതായാലും കോൺഗ്രസിലേക്ക് ചേക്കേറിക്കൊണ്ട് ശശി ഏതായാലും UDF-ന്റെ ഭാഗമാവില്ല എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കോൺഗ്രസ് നേതാക്കൾ പക്ഷേ ശശിയെ കൂടെ നിർത്താൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ശശി എങ്ങനെയാണെങ്കിലും UDF-ന്റെ ഭാഗമാക്കാൻ ശശിയെ തങ്ങൾക്കൊപ്പം നിർത്താൻ വേണ്ടി ഇപ്പോൾ ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫെഡറേഷൻ പാലക്കാട്ട് CPM വിമതർ ചേർന്ന് രൂപീകരിക്കാൻ വേണ്ടി പോകുന്ന പാർട്ടിയാണ്. അതിന്റെ നേതാക്കൾ ഏതായാലും ശശിയെ ഒരുമിച്ച് നിർത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ശശിയുമായി ഫോണിൽ ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ് ഈ വിമതരുടെ സംഘടനയുടെ നേതാവായിട്ടുള്ള M സതീഷ് വ്യക്തമാക്കിയത്. ശശി പറയുന്നുണ്ട്, പക്ഷേ സതീഷുമായി വലിയ സൗഹൃദമുണ്ട്, പക്ഷേ സതീഷ് അത്തരത്തിൽ യാതൊരു രീതിയിലുള്ള ചർച്ചയും താനുമായി നടത്തിയിട്ടില്ല, യാതൊരു രീതിയിലുള്ള കാര്യങ്ങളും സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ വിമത നേതാക്കൾ പറയുന്നത് അടുത്ത ദിവസം തന്നെ വലിയൊരു കൺവെൻഷൻ പാലക്കാട് ജില്ലയിൽ വെച്ച് വിളിച്ചു ചേർക്കും. ആ കൺവെൻഷനിലേക്ക് CPM വിമതരായി നിൽക്കുന്ന, CPM-ൽ അസംതൃപ്തരായി നിൽക്കുന്ന പല ആളുകളെയും എത്തിക്കും. അവിടേക്ക് എത്താൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട മുഖം എന്ന് പറയുന്നത് പി കെ ശശി തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഈ വിമത നേതാക്കൾ ഉറപ്പിച്ച് പറയുന്നത്. അവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി പി കെ ശശിയുമായി ഉടൻ തന്നെ ചർച്ച നടത്തും. ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെയോ പി കെ ശശിയുമായി നേരിട്ട് ചർച്ച നടത്താനാണ് ഈ വിമത നേതാക്കളുടെ തീരുമാനം. അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുന്നുണ്ട്.